ഞാൻ വീഡിയോയില് പറഞ്ഞത് പോരാ. പിന്നെ അവിടെ ഇരിക്കൂല. കുക്കറിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നടക്കൂല. ഞാൻ അച്ഛനും കൂടിയാണ് ഗോതമ്പ് പായസത്തിന് കയറിയേക്കണത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത് നമുക്ക് കുക്കറിൽ ഇങ്ങനെ ഒഴിക്കണ്ട. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ഈ ഉള്ളവളുടെ ഒരു ചെറിയ ചാനലാണ്. എനിക്ക് ഇതുവരെ ജി ചേച്ചിനെ കിട്ടിയിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചത്തു പോവോ ഡോക്ടർ? അപ്പോൾ വീട്ടിൽ നിന്നൊരു വിളി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളെ ജി ചേച്ചി വന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇന്നലെ ഒരു ട്രിപ്പ് പോയി വന്ന് ഇന്നിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ നന്ദൂര് എക്സാമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മീൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പം ഞങ്ങൾ ഇവിടെ നല്ല മീൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അവിടെ ചെന്ന് നോക്കട്ടെ എന്തൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ സ്ഥിരം മേടിക്കുന്നത് നമ്മളെ സ്വന്തം കടയാട്ടോ. ഇവിടുത്തെ ടീമൊക്കെ നമ്മളെ സ്വന്തം ടീമാണ്. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും പറയാട്ടോ നമ്മളെയൊക്കെ ഒന്ന് നടക്ക് കാണിക്കണേന്ന്. ഞാനത്തുണ്ടേ കാണിച്ചില്ല എന്നും പറയാൻ നിൽക്കണ്ട. അപ്പം നമ്മളെ മാട്ടൂരുള്ള NM ഫിഷ് സ്റ്റാളിൽ നമുക്ക് ഫ്രഷ് മീൻ തന്നെ കിട്ടും കേട്ടോ. കാരണം ഞങ്ങൾക്കറിയാം വലയിട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഞങ്ങൾക്കറിയാം കേട്ടോ ഫ്രഷ് ഏതാണ് കുറച്ച് പഴകിയത് ഏതാണ്. പക്ഷേ ഇവിടെ ഇത് ഫ്രഷാണ് കേട്ടോ. നമ്മളെ ജി ചേച്ചിക്ക് പിന്നെ ഫ്രഷ് അല്ലേ കൊടുക്കേണ്ടത്. വലിയ ചെമ്പിനാന്നല്ലേ ഇതെത്രയാ? അതെടുത്ത് പോയി കാണിച്ചേക്കാം. എന്താ മീൻ കാണിക്കാൻ ഒരു മടി. മീൻ കാണിക്കുന്ന പറയുമ്പോ മീൻ കാണിക്കാൻ ഒരു മടിയില്ലേ? ആ കണ്ട ഉഷാറായില്ലേ? പറഞ്ഞപ്പോ ഉഷാറായില്ലേ? നമ്മളെ മത്തി എടുക്കണേ. ഇതിനൊക്കെ നമ്മളെ NM ഫിഷ് സ്റ്റാളിലേക്ക് തന്നെ വരണം അല്ലേ? അവിടെ ഒരാളുണ്ടല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. ആ അജീത് കാക്കനെ ഭയങ്കര ഡിമാൻഡ്. ആ അതന്നെ കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടൊന്നും ചെയ്യാനില്ല. എന്തായാലും മഴയത്ത് നമ്മൾ കുടുംബം തോന്നും ഉറപ്പാണ്. മത്തി കണ്ട് മത്തി നല്ല വലിയ മത്തി അല്ലേ? കൊള്ളാം, നല്ല തടിച്ച ഉരുണ്ട മത്തി. എക്സ്ട്രാ ഒന്നും നോക്കണ്ട, കണ്ട് എടുത്തിട്ടോ. അത് നോക്കാനില്ല, എടുത്തിട്ടോ. പക്ഷെ മജീദ് മൈൻഡ് ആക്കുന്നില്ല. എന്റെ വീഡിയോ വന്നു കഴിയുമ്പോ മൈൻഡ് ഇല്ല എന്താ ഇങ്ങനെയാലും ആൾക്കാർ പറയുവേ. ആ കട്ട് ചെയ്തിട്ട് അതൊരു വലിയ എടുപ്പായി. അപ്പൊ ഈ മീൻ മേടിച്ചിട്ട് ഞങ്ങള് നേരെ താറാത്തേക്ക്. ഇത് ആർക്ക് കഴിക്കാനാന്ന് ചോദിച്ചാ? ഇത് ഇങ്ങോട്ട് വന്ന് സായിപ്പിൽ കഴിക്കാനാന്ന്. അത് കൂടി പ്രത്യേകം പറയാം. അപ്പം എന്തായാലും ഞങ്ങൾ മീൻ മേടിച്ചിട്ട് പോട്ടെ, എക്സസൈസ് ആക്കിയിട്ടുണ്ട്. നന്ദൂര് സ്കൂളിൽ പോകുന്നോണ്ട് ഇതാ ഞാൻ വന്നിട്ട് ചോറും കറിയും ഒക്കെ ആക്കി വെച്ചിട്ടാ. മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ പൊന്നി എന്തൊരു ടേസ്റ്റ് മത്തി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് കിട്ടും, നല്ല അടിപൊളി മത്തി, ഇട്ടുക്കാച്ചി മത്തി. പിന്നെ ഡയണറും എല്ലാം ഉണ്ട്, നല്ല അടിപൊളി മത്തി കേട്ടോ. അപ്പം ഞാൻ കൊള്ളിക്കിഴങ്ങും മത്തിക്കറിയാണ് കേട്ടോ രാവിലെ തന്നെ വെച്ചേക്കണത്. അപ്പോൾ അതെടുത്തിട്ട് ഇവക്കെല്ലാം കൊടുത്തിട്ട് ചായയെല്ലാം കുടിച്ചിട്ട് വേണം ഇനി നേരെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി. നമ്മളെ ആവോലി ഇവിടെ ഫ്രിഡ്ജിലിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് കൊടുക്കണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ മോശമായി പോലെ അത്രയും കൊള്ളിക്കിഴങ്ങും ഞാൻ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, പോണ തിരക്കിൽ ഇത് വയറ് നിറച്ചാണ് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇത്തിരി അവിടെ ഇപ്പോൾ ബാക്കി വെച്ചൊരു ടേസ്റ്റ് നോക്കി എന്നല്ലാണ്ട് മര്യാദ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അവയപ്പൊക്കെ ചായ കൊടുത്തു ഞങ്ങൾ നേരെ ഇതാ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര തിരക്കാ അല്ലേ അവയപ്പ? നമ്മളെയൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അയ്യോ ഭയങ്കര പണിത്തിരക്കാ. ഗസ്റ്റ് വന്നതിന്റെ തിരക്കാ. അടിയിലൊക്കെ പോയി കിടക്കാം കൊച്ചു കള്ളി. ഇങ്ങോട്ട് വാ. ഇതിനെ പഠിച്ചിട്ട് ഇപ്പൊ ഇവര് ഇതിന്റെ അടിയിലൊന്നും ഒരു സാധനം വെച്ചിട്ടില്ല കണ്ട. ഇങ്ങോട്ട് വായോ കുട്ടി. അമ്മ എന്താ ഇങ്ങനെ പേരിട്ടത്? ഞാൻ പറഞ്ഞ ബദല് പറയുന്നതാണെന്ന് വണ്ടാരം പിടിക്കാൻ. വീട്ടിൽ പോയണ ആ എന്നാ കൂട്. ഓ ഞാൻ പൊന്നെ വലിയ മൈൻഡില്ല. വലിയ മൈൻഡില്ല, ഒരു മൈൻഡും ഇല്ല. അതാ എന്തോ പാട്ട് പാടാൻ തോന്നി എനിക്ക്. അതാണ് അതല്ല വേറെന്തോ ഒരു പാട്ട് എന്താ ചിങ്ങോടെ. അപ്പം അവര് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞാൻ ചായ ഒന്നും കുടിക്കാണ്ടാണ് വന്നത് കേട്ടോ. അവിടെ നിന്ന് പുള്ളിക്കിഴങ്ങ് തിന്ന് എന്നാലും ഇവിടെ കിണ്ണത്തപ്പം കിട്ടതാ. ഇന്നലെ ജി ചേച്ചിക്കെല്ലാം വാങ്ങിയ കിണ്ണത്തപ്പം, നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കിണ്ണത്തപ്പം. പിന്നെ കഴുത്തപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചടിക്കണേ ഞാൻ. കൊള്ളിക്കിഴങ്ങും നല്ല മത്തിക്കറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ചില്ല. ഒരു പേരിന് ഇങ്ങനെ എടുത്തിട്ട് വേഗം കഴിച്ചിട്ട് ആ ടേസ്റ്റ് നോക്കി പോന്ന്. ഓ അരവിരുത് ഇവിടെ ഉണ്ട്, നിങ്ങൾ ആരും കാണുന്നുണ്ടാ? ഇതേ വല അവിടെ കെട്ടിയത് ക്യാമറയിൽ കാണുന്നില്ല, പക്ഷെ ഇവിടെ ഒരു വല ഉണ്ട് കേട്ടാ. അനങ്ങനെ ഉണ്ടാ. ആ കണ്ടു
ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ള അപ്പൊ അച്ഛൻ ഇന്ന് തന്നെ അത് കെട്ടി. ഇതെന്താ വെച്ചാൽ നിലത്ത് കിടക്കുന്നേ? കുറച്ചേരം കഴിഞ്ഞപ്പോ നല്ല സുഖം ഉണ്ടാവും ശരീരത്തിന്. അതാ നിങ്ങൾ ഇരിക്കാൻ പോകണോ? മുട്ട റോസ്റ്റും പത്തരുന്ന് ഈ പത്തര ചവിട്ടിപ്പരത്തി പത്തില്ല വെറുതെ കിണ്ണത്തപ്പോ കലത്തപ്പോ തിന്നു കേട്ടാ. പക്ഷേ ഇത് കഴിച്ചാ പോരായിരുന്നൊരു വാക്ക് പറയണ്ട അമ്മ. ചായ കുടിച്ചാന്ന് വെച്ചപ്പോ പറഞ്ഞു അങ്ങനെയൊക്കെ ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ചില്ല എന്നല്ലേ പറഞ്ഞത്? അതെ ഞാൻ കേട്ട ചായ കുടിച്ചു. അപ്പൊ ഇപ്പൊ അമ്മല്ലേ പറഞ്ഞത് മറ്റേ കൊള്ളിക്കിഴങ്ങ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് നീയല്ലേ പറഞ്ഞത്, ഞാനല്ലല്ലോ. ഞാനാ പറഞ്ഞേ. കഷ്ടാണ് തടി ഇങ്ങനെ കൂടി കൂടി വരും. തടി ഉറക്കാൻ നോക്കിയാല് ഫുഡ് കുറച്ചെങ്കിലല്ലേ തടി ഉറക്കാൻ നോക്കി. ഓക്കെ മുട്ട റോസ്റ്റ് നെയ്പ്പത്തലും വേണം. വേണോ? നെയ്പ്പത്തലല്ല മറ്റേ സാധാ പത്തൽ വേണ്ട. ഇതിന്റെ സ്പെഷ്യൽ മോര് കാച്ചി. മോര് കാച്ചിലെന്ന് അന്നേ ഞാൻ വിചാരിച്ചൊന്ന് എടുക്കണോന്ന്. പിന്നെ എനിക്ക് അത് മിസ്സായി പോയി. ആ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. പുളിയില്ലാത്ത തൈരല്ലേ? എനിക്ക് മിൽമേന്റെ ഈ പുളിയില്ലാത്ത തൈരാണ് സംഭവം. ഉപ്പൂടിപ്പോയാ ഇപ്പൊ രണ്ടാമത് എടുത്തിട്ട് പഠനം കൂടിയാ. ഓക്കെ ഇത് വെറുതെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും അല്ലേ. ഇതിപ്പോ അവർക്ക് എരിവ് പറ്റാത്തതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ടാൽ നല്ല രസം ഉണ്ടാവില്ലേ? നല്ല ടേസ്റ്റുള്ള സാധനം. അതുകൊണ്ട് ചോദിച്ചാൽ എനിക്ക് മോര് കാച്ചൽ കുഴപ്പമില്ല. അധികം ചൂടാവണ്ട. നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റ് അല്ലേ? ഉപ്പ് ഒരു ഇത്തിരി മുന്നിലാണെങ്കിലേ ഉള്ളൂ. കുഴപ്പമില്ല. ചോറിൽ വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. വേണമെന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടാ. ഇത് എന്ത് സാധനം മേടിക്കാനാ പോണ്ടേ? എന്ത് സാധനം മേടിക്കാൻ ഇറങ്ങിയാലും നമ്മളെ വീട്ടിലെ ദാരിദ്ര്യം തീരൂല. ബാ ഇഞ്ചി ഇല്ല ഇപ്പൊ. ഇനി ഇഞ്ചി മേടിച്ചിട്ട് വരട്ടെ. ചെരുപ്പിട്ടിട്ടില്ല, അത് ഞാൻ മറന്നുപോയി. പീഡിയയിൽ എത്തിയിട്ടുണ്ട്. നോക്കി കണ്ടുപിടിക്കട്ടെ. കുയ് കുയ് നികീതച്ഛൻ. അച്ഛനും മോള് എന്തോ സ്വകാര്യം. ഇത് മാത്രം മതി എനിക്ക് കേട്ടാ. അയ്യ എനിക്ക് കൂട്ടണ്ട. ഇതെനിക്ക് കഴിക്കാനല്ല. ഇതുണ്ട നീ ഇത് കൊണ്ടുപോയി അവിടെ പെണ്ണാരത്തിലിടാ. ഗോൾഡ് കോയിനാണ്. ജീവിതം രക്ഷപ്പെടുത്തി. പച്ച പിടിച്ച് എന്തിനാ ബമ്പർ എടുക്കുന്നത് പോലെ. ഗോതമ്പ് പായസം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ഇത്ര നേരം പിഞ്ഞോണ്ടുന്നത്. കൊണ്ടാ ഞാൻ തന്നെ പിഞ്ഞുതരാം. കൊണ്ടാവാൻ വേണ്ടി കൊണ്ടാ. ഞാൻ അച്ഛനും കൂടിയാണ് ഗോതമ്പ് പായസത്തിന് കയറിയേക്കണത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉറപ്പാണ്. അച്ഛനും കയറിയില്ല. ഗോതമ്പ് പായസം വെക്കണം മെത്തേഡെന്ന് പറഞ്ഞു കൊടുത്ത വെച്ചാ. ഇത് ഞാൻ പറയണെന്ന് വെച്ചാല് ഈ കുക്കറില് ഈ തേങ്ങാപ്പാല് ഒഴിച്ച് ഇത് വേവിച്ചാല് ഇത് കൊളാവും എന്നാണ് ഞാൻ പറയണത്. കാരണം ഞാൻ എവിടെ നിന്നോ ഒരു പായസം കുടിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാല് നമ്മളാ കുക്കറിലിട്ട് അടിച്ചപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടില്ലേ, അതേപോലെ പിരിഞ്ഞ് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് നമുക്ക് കുക്കറിൽ ഇങ്ങനെ ഒഴിക്കണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. പായസം വെക്കണത് എടപ്പാലില് തലപ്പാല് മാറ്റി വെച്ചിട്ട് എടപ്പാല് അതിലാണ് ചെറുവയറ്റുമ്പയിൽപ്പായാലും എന്തായാലും വേവിക്കണം. അങ്ങനെയാണ്. ഒന്നും ആവൂലെന്ന് ഞാൻ കാണിച്ചില്ല. ഒന്നും ആവൂല. പക്ഷെ എനിക്ക് ഇനി പശുമ്പാലാണോ അങ്ങനെ ആയത് അല്ലെങ്കിൽ പശുമ്പാൽ പക്ഷെ പിരിയും. പശുമ്പാലല്ല, തേങ്ങാപ്പാലിന്റെ മൂന്നാമത്തെ പാല്. അത് തലപ്പാല് മാറ്റി വെച്ച് രണ്ടാം പാലും മാറ്റി വെക്കും. എന്നിട്ട് ലാസ്റ്റത്തെ പാലിലാണ് ഈ പരിപ്പായാലും ഗോതമ്പാലും വേവിക്കുക, പച്ചവെള്ളത്തിലല്ല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാവും, കിട്ടും. അല്ലാണ്ട് നിങ്ങൾക്ക് വെച്ച് നോക്ക്. വെച്ചിട്ട് ഞാൻ പറഞ്ഞു ആരംഭം എടുത്ത് കളയാന്ന്. കഷ്ടപ്പെട്ടിട്ട് തേങ്ങാപ്പാൽ റെഡി. ഗോതമ്പ് ഇടും. ഇനി ഗോതമ്പ് ഇട്ടിട്ട് എനിക്ക് ഈ ഗോതമ്പിനോട് വലിയ താല്പര്യം ഇല്ല. ചെറുവയറ്റും പരിപ്പൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടം. ഗോതമ്പാണ് കുടിക്കാൻ ഒരുപാട് കുടിക്കും ഗോതമ്പ്. ചെറുവയറ്റും പരിപ്പ് അധികം നമുക്ക് കുടിക്കാൻ കഴിയില്ല. അത് ഗ്യാസ് പരിപ്പല്ലേ. എന്തായാലും ഗോതമ്പ് പായസമാണ് കൂടുതൽ കുടിക്കും. ചെറുവയറ്റും പരിപ്പ് കുടിക്കൂല. പിന്നെ കുടിക്കാണ്ടിരിക്കാനും ഇതിനകത്ത് കടവുണ്ട്. അതിന് അളവുണ്ടാ, കണക്കുണ്ടാ വല്ല എന്ത് കണക്കോ ഒരു കണക്കൂല്ലാന്ന്. വെള്ളം ഒഴിച്ചു വെച്ചാ വേണമെങ്കിൽ എനക്കറിയില്ല കേട്ടോ. അമ്മ ഇത് നോക്കിയാല് അമ്മനോടൊന്നും ചോദിക്കണ്ട അച്ഛ. അമ്മ
അമ്മ ഞാൻ ഇടപെടുന്നില്ല. അമ്മ ഉന്നേക്കുമ്പോ ഞാനിവിടെ പായസം വെച്ചിട്ടില്ലേ? എന്തമ്മ ആ വെക്ക്. ഇത് മൂടിയാ? ഉപ്പിടണ്ട? ഉപ്പൊന്നും വേണ്ട. ഉപ്പാ പായസത്തെ അത് നമുക്കൊരു ലേശം ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ. അതാ എനിക്ക് കറിയായില്ലേ? എന്നാ നിന്റെ സെക്ഷൻ അങ്ങോട്ട് മാറ്റിക്കോ. ആവി വരുമല്ല, നല്ല കുക്കറല്ലേ അത്? ഇതെല്ലാം കഴുകട്ടെ. ഇതെല്ലാം എടുത്തോടി, എല്ലാം എടുത്തോ. എന്റെ പണി കഴിഞ്ഞാ രക്ഷപ്പെട്ട്. ഇല്ല ഇല്ല പണി കഴിഞ്ഞില്ല, പൊരിക്കാതാ. അയ്യടാ ഓൻ അങ്ങനെ രക്ഷപ്പെടാന്ന് ചോദിക്കണ്ട. ഞാൻ അത് പൊരിച്ചെടുക്കണം. ഈ സാധനം കൊണ്ടേ കളയണം, ഇതിന്റെ വേസ്റ്റ് കളയാം. ഇതിനാണെങ്കിൽ പോരായി, ഒരു കാക്കിയോ എടുത്തിട്ടുള്ളൂ. അത് ഇഷ്ടോ? ശർക്കര ഒന്ന് ഉരുക്കി എടുക്കട്ടെ കേട്ടാ. അച്ചാന്ന് പൊടിച്ചിടായിരുന്നല്ലേ? കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാ വെച്ചെന്നാല് അല്ലാണ്ടാവൂല. മതിയാ? അപ്പൊ ശർക്കര ഉരുക്കട്ടെ. അതുകൊണ്ട് ഇനിയിപ്പോ ഇത് വിസിലടിച്ച് കഴിയുമ്പോ എന്താവോന്നറിയില്ല. പെരഞ്ഞു വരുമോന്നറിയില്ല. പശുമാലാണ് പരങ്ങണത്. ഒരു ഇത് എനിക്കിപ്പോ ഒരു നമ്മളെ എന്റെ ഷംന അയച്ചതാണ്. പിന്നെ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് ഭാര്യമാരെ വിഷമിപ്പിക്കാതിരിക്കുക. ഭാര്യമാരുടെ വിഷമിപ്പിച്ചാൽ അവരുടെ കണ്ണീരൊപ്പാൻ 1000 പുരുഷന്മാർ വരുമെന്ന്. സ്വന്തം ഭാര്യയുടെ വിഷമം നോക്കാൻ ആൾക്കാരും അതന്നെ. ഭർത്താക്കന്മാർക്ക് ആ വിഷമം കാണൂല, മറ്റുള്ള പുരുഷന്മാര് കാണും. ഉണ്ടോ ഉറങ്ങിയോ കേൾക്കാനായിരിക്കും ഭയങ്കര താല്പര്യം. ശരിയാണ് കേട്ടോ, അത് കറക്റ്റ്. ശർക്കര നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വായിലെന്തോ വായിലെടുത്ത് കയ്യിൽ തന്നത് ശർക്കര ഉരുക്കി. അല്ല അച്ഛാ മതി അച്ഛാ ശർക്കര പോ. ഞാൻ പിന്നെ ഒരു ചോവയിൽ കൂട്ടാ. അച്ഛൻ എന്നെ വന്ന് വിളിക്കാൻ വന്നിട്ടുണ്ട്. ശർക്കരയാ? ആ ശർക്കര കഴിച്ചു കളഞ്ഞല്ലേ? ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു കയ്പുണ്ട്. പക്ഷെങ്കില് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പറയൂല അത്. ശർക്കര ഞാൻ പറഞ്ഞില്ലേ, ശർക്കര അധികം മൂപ്പിക്കരുത്. അതാണ് ഞാൻ വെള്ളമൊഴിക്ക് പറഞ്ഞത്. വെള്ളം ഒഴിച്ച് കുറച്ച് മൂത്തിട്ടുണ്ട് നല്ലോണം. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. അത് തുറന്നു നോക്കിയാ എന്താവോന്ന് അറിയില്ല, ഭഗവാൻ അറിയാം. എന്തരോ എന്തോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇപ്പൊ എങ്ങനെ ഇരിക്കണത്? അതെങ്ങനെ ഇരിക്കണത്? ഇതിങ്ങനെ ഇരിക്കണ്. ഏത് എന്റെ ദൈവമേ, ഞാൻ വീഡിയോയില് പറഞ്ഞത് പോരാ. ഇത് കാണുന്നില്ല അച്ഛാ, മുട്ട ചിക്കിയ പോലെ. ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കണില്ല. എന്നാ പിന്നെ അത് എന്തെങ്കിലും ആക്ക്. തേങ്ങാപ്പാലിന് കണ്ട ഇങ്ങനെ നമ്മള് ഒരിക്കലും കുക്കറിൽ ഇടരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. തേങ്ങാപ്പാലാണ് ഈ ഇവിടെ ഇങ്ങനെ ഇരിക്കണത്. ഇനി ആരെങ്കിലും ഇതുപോലെ ഉണ്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടോ ഓണത്തിലെങ്കിൽ ആരും ചെയ്യരുത്. അച്ഛന് സംഭവം മനസ്സിലാവാത്തോണ്ടാണ്. തേങ്ങാപ്പാല് നമുക്ക് അതിന്റെ ടേസ്റ്റിൽ കിട്ടില്ല പറഞ്ഞേക്ക്. തേങ്ങാപ്പാല് നമുക്ക് അതിന്റെ ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നടക്കൂല. കുക്കറിൽ ഒഴിച്ചാൽ അതിങ്ങനെ പിരിഞ്ഞു വരും. അച്ഛനത് തിരിഞ്ഞിട്ടില്ല. അച്ഛനത് ചവിട്ടിപ്പരുത്തി ഇങ്ങനെ ഇതാക്കുമ്പോ അത് അതിനോട് ജോയിന്റ് ആവുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പായസമേ കൊളായിട്ട് ഞാൻ കണ്ടതാണ്. കാര്യം ചിലപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ചിലപ്പോൾ നമുക്ക് തിരിയായിരിക്കില്ല. പക്ഷേങ്കില് പാലുമായിട്ട് ജോയിന്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. കുക്കറിന്റെ കാര്യം കുക്കർ തിളച്ച് പൊന്തിയ മുകളിലല്ലേ ഞാൻ ആദ്യമേ വാർപ്പ് പണ്ടാരികള് ചെയ്യണ പണിയെന്നറിയാമോ? പാചകക്കാരി ഇട്ടിളക്കലാണ്. ഇത് ഇളക്കണില്ലല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞ കുക്കറിൽ ഒഴിക്കല്ലേ വെക്കണ എങ്ങനെയാണ്? പക്ഷെ കുക്കറിൽ വെക്കണം. അച്ഛനോട് പറഞ്ഞു ചോദിക്കാട്ടോ. ഞാൻ വെച്ചിട്ട് അതിന്റെ ആളാ ഞാൻ ഒരുപാട് വെച്ചിട്ടുണ്ട് ചെറിയ വരും. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ അങ്ങനെ വെക്കണ്ട. അച്ഛൻ സമ്മതിക്കായിട്ടാണ്, അല്ലാണ്ട് ഞങ്ങള് ഇതായിട്ടല്ല അച്ഛൻ സമ്മതിക്കുക. അങ്ങനെ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. നമ്മളെ പായസം ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട്. പാതിമയ്യായ മാതാവിനോ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പം മുന്തിരിയും വറുത്തറുമ്പോൾ പിന്നെ എന്തായാലും ഭംഗിയുണ്ടാവും. ഭംഗിയുണ്ടോ എന്നെ കാണാൻ? ഭംഗിയുണ്ട്.
കൊള്ളാം, സെറ്റായില്ലേ? പായസം സംഭവം പായസം കയ്യിൽ പോയിട്ടാണ് വേണ്ട, അതുകൊണ്ട് പായസം പടുക്കാളി. ഇനിയിപ്പോൾ നമ്മളെ കരിമീൻ ആവോലി കൂട്ടനെ ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇതിനെ അങ്ങോട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം. ഇതിനെന്നാ ഫ്രിഡ്ജിലാക്കട്ടെ, അവർക്കുള്ളത് ഞങ്ങളെ വിഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ സ്പെഷ്യൽ, നമ്മുടെ ചെമ്മീൻ കുരുമുളകിട്ട് ഒലത്തിയത്, തേങ്ങയും കുരുമുളകും. ഇനി നമ്മൾ സ്പെഷ്യൽ മറ്റു സാധനമൊക്കെ. അതിനുവേണ്ടി നമ്മളെ വാഴല എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വാഴല എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നല്ല ഒച്ച ഉണ്ടാവും ഇവിടെ, നല്ല ഡാൽഡ പോലത്തെ മറ്റേ ആ ഒരു അട്ട ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു ഒച്ചയില്ലേ, ആ ഒച്ച ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് കഴുകി എന്നിട്ട് പിന്നെ ഞങ്ങൾ നല്ലോണം തുടച്ചിട്ടൊക്കെയാണ് എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അതായത് നമ്മളെ നികിയോ എൻ്റെ അമ്മയോ ആണ് ഒച്ചിൻ്റെ മെയിൻ ആൾ. ഓടും കേട്ടോ ഇവർ ഈ സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ അമ്മയും മോളും ഇതിൻ്റെ പുറകെ കിടക്കലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അങ്ങനെ നമ്മൾ ആവോലിക്കുട്ടനെ അങ്ങോട്ട് എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചേട്ടൻ ക്യാമറയും കൊണ്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ കുറച്ച് സീനുകൾ എടുക്കും, അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. ഇങ്ങനെ പിന്നാമ്പറം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മെയിനൊരു കാര്യം ഞാൻ ഇതുവരെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ പറശ്ശിനിയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറം ഒരാളിരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ചേച്ചിനെ പറഞ്ഞ പോലെ കിട്ടിയിട്ടില്ല, നേരിട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഞാനില്ലേ ക്യാമറ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പം ചേച്ചി ഇപ്പം അങ്ങോട്ട് നടക്കാനൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പം നമ്മളെ കമലമ്മ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ, അല്ലേ കമലമ്മ? അമ്മ അമ്മ എല്ലാം അപ്പുറം ഉണ്ട്. ഞാനും മൈക്ക് വെച്ചിട്ടാണ് വന്നേക്കണതല്ലേ, ഞങ്ങൾ ഒരു വീഡിയോ എടുക്കായിരുന്നു കേട്ടാ. ഇന്ന് അമ്മേ പോയാടി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചേച്ചിയെല്ലാം നടക്കാൻ വേണ്ടി അച്ഛനും ചേച്ചിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് ഇനി അവരെല്ലാം കണ്ടിട്ട് അടുത്ത സീനിൽ അവരെ ഉൾപ്പെടുത്താം, അല്ലേ അമ്മേ? നമുക്ക് ഇതുവരെ ചേച്ചിനെ കിട്ടിയിട്ടില്ല. ചേച്ചിനെ കാണുമ്പോൾ എനിക്കിത് ഓർമ്മ വരുന്നില്ല വീഡിയോ എടുക്കണ കാര്യം. ചേച്ചിയായിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞ് കത്തിയടിച്ച് ഇങ്ങനെ വിടുകയാണ്. അപ്പോൾ ഇനി ചേച്ചിനെ കാണിച്ചിട്ടുള്ളതായിരിക്കും അടുത്ത സീൻ. എനിക്ക് ഇതുവരെ ചേച്ചിനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പിടിച്ചു വെച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് പോണത് ഇരുട്ടത്തോട്ടാണ്. അപ്പൊ എന്തായാലും ചേച്ചിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഞങ്ങൾ പോണതും നോക്കട്ടെ, റോഡ് ക്രോസ് ആയിട്ട് അല്ലെങ്കിൽ അവ പടാവും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറക്കലാണ് ആ കാണുന്നത്. ഒരു ചായ കുടിക്കാം, ഒരു ചായ കുടിക്കാം അല്ലേ ചേച്ചി? അല്ലേ ചേച്ചി, ഒരു ചായ കുടിക്കാം. എനിക്ക് വേണ്ട, കുടിച്ചു കേട്ടാ. അങ്ങനെ നമ്മളെ കണ്ണൂരിൻ്റെ സ്വത്തായ മുത്തായ നമ്മളെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചേച്ചിയും നമ്മളെ ബോറിസും ഒക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ചേട്ടാ നികി എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേ ഇങ്ങനെ ഈ സമയത്ത് നടക്കാമെന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ട്. അന്ന് അമ്മൂൻ്റെ നമ്മളെ തനുവാവേൻ്റെ പരിപാടിക്ക് വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒന്നും മുത്തപ്പനെ ശരിക്കും പറഞ്ഞാൽ കാണാൻ വരെ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നല്ല സമാധാനത്തിൽ ഞങ്ങൾ കയറി കണ്ടു കേട്ടോ. പുതിയതായിട്ട് ചാർജ് എടുത്ത ഡോക്ടറെ പറശ്ശിനി ചത്തുപോകോ ഡോക്ടർ? Maybe 60 or 85 years old. 35 ആയി. ഇപ്പൊ ചാവും എന്നാല് You will be dying 35 years. She said, I'm a 30. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മളെ നന്ദുവിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. എൻ്റെ മോൻ എക്സാം എല്ലാം ആയതുകൊണ്ട് പകൽ വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവനെയും കൂട്ടി ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ എന്തായാലും നിങ്ങൾ വ്ലോഗ് ഫോറിയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ മടക്കരയിലേക്കും പോകുന്നു. ചേച്ചിനെയൊക്കെ അവിടെ ആക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മത്തി തീറ്റ ആരംഭിച്ചിരിക്കുന്നു. 3-ാം വരവും വന്നിരിക്കുന്നു ഞങ്ങൾ. എനിക്ക് ഇപ്പം 3-ാമത്തെ ദിവസമാണ് ഞങ്ങളെ വരവ്. ഡേ 3 ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. അതാ ഇതിങ്ങനെ ഇതിൻ്റെ അങ്ങോട്ട് ഡോസ് കിട്ടിയത് കുഴപ്പമൊന്നുമില്ല ഉലാച്ചിന്.
ഈ മത്തി തീറ്റയ്ക്ക് പിന്നിലെ കഥ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എരിവിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചേട്ടാ, പിന്നീടാണ് നമ്മൾ അറിയണത് നമ്മളെ ജി ചേച്ചിൻ്റെ ഹസ്ബൻഡിന് എരിവിടാണ്ട് മത്തി ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം നമ്മൾ പിന്നെ കുരുമുളകിൽ അങ്ങാട് വരട്ടിയെടുത്തു. അപ്പോൾ അതാണ് ഈ എരിവുള്ളത് ഞങ്ങൾ തിന്ന് തീർക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. മതിയാ നാളെ വെച്ചേ പയ്യെ കഴിക്കാം. അടുക്കും ഈ ഉള്ളവളുടെ ഒരു ചെറിയ ചാനലാണ്. ഈ ഉള്ളവളുടെ ഒരു ചെറിയ ചാനലാണ്. ചേച്ചി കൂടെ ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ ഈ ചേച്ചി പറഞ്ഞത് ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറഞ്ഞേ. Do like her channel, like everyone. Give a heart for her. I give a heart to the channel. Brilliant. Well done. Very happy channel. Yeah, very happy channel. സന്തോഷമുള്ള ചാനൽ. അങ്ങനെ തന്നെ. അപ്പൊ ഇവിടെ നമ്മളെ നടക്കട്ടെ. പാസ്ത റെഡി ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിട്ട്. Mr. Boris special. സ്പെഷ്യൽ. ബോറിസ് സ്പെഷ്യലാ ആണോ? Gigi special. ജിജി സ്പെഷ്യൽ. അവരങ്ങോട്ട് സമ്മതിക്കില്ല. Mr. and Mrs. special. അങ്ങനെ പറയാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് സ്പെഷ്യൽ. രണ്ടാളുടെ സ്പെഷ്യൽ ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കണത് അല്ല കേട്ടാ. എല്ലാ ഹെൽപ്പൊക്കെ ചെയ്താൽ നിഗി അവിടെ ഓടിച്ചാടി കിടക്കുന്നുണ്ട്. നിഗി എന്താ പണിയെടുക്കുന്നില്ല. പണിയെടുക്കുന്നില്ല. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഇവിടെ ഒരു കളി തുടങ്ങി കേട്ടാ. നമ്മൾ പാട്ട് സെറ്റൊക്കെ ഓണക്കളി. കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ. ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അതാണ് ഇവർ കളിക്കുന്നത്. പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ടേ, ഞങ്ങൾ കൊച്ചിക്കാരി കണ്ണിനെ കണ്ടു. ആ നമ്മളെ മറ്റേ സ്റ്റെപ്പ്. ഞങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, ഞങ്ങൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. നല്ലോണം കളിക്കുന്നുണ്ടല്ലേ. കളിക്കാരുത്തിയാ കൂട്ടത്തിൽ കാട്ടുപോത്തുക്കളെ കണ്ടു 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 തീരത്ത് നിങ്ങൾ കണ്ടു ഒരു പുല്ലു കൊണ്ടു നിറഞ്ഞതാണെന്നു കണ്ടു. ആദരിച്ചിടുന്ന വസിഷ്ഠൻ ഇടത്തിൽ പർണശാല കെട്ടി വസിച്ചിരുന്നു. വള്ളികൾക്കും മരങ്ങളും പെട്ടു, പൂക്കൾ കൊണ്ടു കടുത്തതും പിന്നെ ഭീഷ്മങ്ങളും വസന്തങ്ങൾ വിറ്റിട്ടു. പിന്നെ പലവട്ടം പൂക്കൾ വിരിഞ്ഞു. ദ്വാപരയുഗം തുടക്കത്തിൽ പണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് അഷ്ടവസുക്കൾ ഒരുമിച്ചു കൊണ്ട് അടിപൊളി അടിപൊളി. പേടിയാവുന്നുണ്ടോ? ജി ചേച്ചി എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി തരുന്നതാണ് കേട്ടോ. ഞാൻ തന്നെയാ. ഞാനാ ഞാൻ ഇതിനുള്ളിൽ ഞാനുണ്ട്. എങ്ങനെ ചെയ്താലും മേനയാവൂ ചേച്ചി.
ഇങ്ങനെയോ ഇങ്ങനെ ഇങ്ങനെയാണ് ചേച്ചി ഉദ്ദേശിച്ചത്. സ്ട്രൈറ്റ് ചെയ്യണം. ഇതാരുവാ സ്ട്രൈറ്റ് കൊറേ ദൂരെ കാണിക്കട്ടെ, പേടിച്ചോ എന്റെ പ്രേക്ഷകര്. ചെയ്ത് തന്നാനായിരുന്നു. അയ്യോ, ഇഷ്ടം പോലെ. ഇന്ന് ചെയ്യാം, ഷാമ്പ് ഇട്ടിട്ട് ചെയ്യണം അല്ലേ? എന്നിട്ട് ഇങ്ങനെ വകുപ്പ്, പക്ഷെ ഇതിലെടുക്കുമ്പോ ഇവിടെ കുറച്ച് പ്രശ്നമാണ്. വകലെടുക്കരുത്. ജസ്റ്റ് ടേക്ക് ബിറ്റ്. ഓക്കെ, ഫുൾ എടുക്കരുത്. ഇവിടെ മാത്രം, ഇത്രയും ഭാഗം മാത്രം. നീ ഇങ്ങനെയല്ല ഇടുന്ന, സ്ട്രൈറ്റിലിടണം. അത് ഇങ്ങോട്ട് ഇട്ടിട്ട് സ്ട്രൈറ്റ് വേ, ഇങ്ങനെ സ്ട്രൈറ്റ് and then put down. മനസ്സിലായി. പക്ഷെ എനിക്ക് കണ്ണിലൊക്കെ മുടി മുട്ടുമ്പോ ഇല്ല, നിന്റെ കൈ മര്യാദ. If you want to style, എന്റെ കൈയാണ് പ്രശ്നം ചേച്ചി. എനിക്കില്ല, ഇങ്ങനെ വാരി പിടിച്ചാ ബാക്കിൽ കെട്ടിയാണ്ടല്ലോ നല്ല സുഖമില്ല. എനിക്ക് യക്ഷി വരുന്ന പോലെ തോന്നുന്നുണ്ടോ? അത് നമ്മുടെ കോൺഫിഡൻസിലാണ്. വിശ്വാസം ഇല്ല എനിക്ക് എന്നെ തന്നെ. ഇനിയിപ്പോ കേട്ടോ ചേച്ചി. കേട്ടാ എങ്ങനെ ഇരിക്കും? ആന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് അളിയന് മടി. അച്ഛൻ്റെ ഭക്ത കുചേലനായിട്ടിരിക്കണ്, കുളിയെല്ലാം കഴിഞ്ഞ് കുട്ടപ്പനായിട്ട്. കുട്ടപ്പനാണ് കുട്ടപ്പൻ, ഇല്ലെങ്കിൽ വട്ടപ്പൻ, ഇല്ലെങ്കിൽ വട്ടപ്പൻ, വെടക്കപ്പൻ, വട്ടപ്പൻ. അങ്ങനെ 3 ദിവസം ജി ചേച്ചിയുടെ ഒത്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾക്ക് എങ്ങനെയാണ് ദിവസം പോയെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം ഇതൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് അവരും പോയി, ഞങ്ങളും പോകുന്നു കേട്ടോ.